ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെച്ചു. പോറ്റിയെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ഈ കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യഹർജി 11-ന് പരിഗണിക്കും. റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യത്തിനായാണ് ഹർജി സമർപ്പിച്ചത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, റിമാൻഡിലായി വീണ്ടും, പക്ഷേ ജാമ്യ ഹർജിക്കുമേൽ വിധി വരുമ്പോൾ പുറത്തേക്ക് വരാനല്ലേ സാധ്യത പോറ്റി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് തന്നെ ജാമ്യം അനുവദിച്ച് കിട്ടാനാണ് സാധ്യത. അതായത് രാവിലെ ഈ കോടതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിച്ച ശേഷമാണ് ഈ വിധി പറയാനായി മാറ്റിവെച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ ജയിൽ മോചിതനാകുന്ന 4ാമത്തെ ആളാകും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി 4ാമതായി ഈ പുറത്തേക്ക് ഇറങ്ങും. എന്തായാലും മുഖ്യപ്രതിയടക്കം ജയിൽ മോചിതനാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ SITക്കെതിരെ വലിയ വിമർശനം ഉയരുകയാണ്. കാരണം സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്കാർക്കും തന്നെ ജാമ്യം ലഭിക്കില്ലായിരുന്നു. കൃത്യമായും അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ SIT അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ SITക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത പ്രതികളൊക്കെ ഇന്ന് ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് മുഖ്യപ്രതി അടക്കം ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കോടതി ഈ വാദം പരിഗണിച്ചിട്ടുണ്ട്. അതായത് ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് താൻ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് 90 ദിവസം പൂർത്തിയായി, സ്വാഭാവിക ജാമ്യം കിട്ടാൻ അവകാശപ്പെട്ടതാണ്. തനിക്കത് ഒരു പ്രതി എന്നുള്ള രീതിയിലും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലും തനിക്ക് ജാമ്യം അനുവദിച്ച് കിട്ടേണ്ട ഒരു ആവശ്യകതയുണ്ട്. ആ ആവശ്യകതയെ കോടതിയെ ബോധിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകന് നിലവിൽ സാധിച്ചിട്ടുണ്ട്. അതിനെ പ്രോസിക്യൂഷന് എതിർത്ത് നിൽക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം മുന്നിലേക്ക് വയ്ക്കാനൊന്നുമില്ല. ഇത്തരത്തിലുള്ള കുറ്റപത്രമോ മറ്റ് നടപടിക്രമങ്ങളോ SIT പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപാധികളോടെയുള്ള ജാമ്യം അനുവദിച്ച് നൽകിയാലും ഈ പ്രോസിക്യൂഷൻ്റെ വാദമെന്ന് പറയുന്നത് ഇതിനെ എതിർത്തുകൊണ്ട് ആയാൽ പോലും അത് കോടതിക്ക് വിവേചനം കാണിക്കാനാവില്ല. ദ്വാരപാലക ശില്പക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. റിമാൻഡ് തുടരുന്നതിനാലാണ് ഇത്രയും ദിവസം ഈ കട്ടളപ്പാളി കേസിൻ്റെ 90 ദിവസം പൂർത്തിയാകുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത ജാമ്യ ഹർജിക്കായി കാത്തിരുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം അത് SITക്കും ബോധ്യമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനും ബോധ്യമാണ്. കാരണം സ്വാഭാവിക വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.